അപ്പോൾ ടീമെ ഫിഷിംഗ് മോങ്ങിൻ്റെ ചില വിലപ്പെട്ട സമയങ്ങൾ അത് അറിയാതെ നമുക്ക് കളഞ്ഞു കിട്ടുക എന്ന് പറയില്ല, അതേമാതിരി കിട്ടിയ കുറച്ച് നിമിഷങ്ങൾ മാത്രം ഇതിൽ കാണിക്കുകയാണ്. അത് കണ്ടു നോക്കി. വീഡിയോ കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. ഫുള്ളായിട്ട് കണ്ടു നോക്കി, കണ്ടിട്ട് അഭിപ്രായം പറയും. നമ്മൾ പോവാണ്, വണ്ടിയിലെ എല്ലാ സാധനങ്ങളും കയറി കഴിഞ്ഞിരിക്കണു. അപ്പോൾ നേരെ വിടുക എന്നാൽ അവിടുന്ന് കാണാം. ഭാരതപ്പുഴയുടെ മണ്ണിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ മീൻ പിടിക്കാൻ ഇറങ്ങുകയാണ്. എന്നാൽ നമ്മളെ ടീമിന്റെ പേരെന്താ? എടാ പറഞ്ഞിട്ട് മസാലാക്കല്ലേ സഭ. ഫിഷിംഗ് മോങ്. ഫിഷിംഗ് മോങ്ങോ ഡൈസ്. ഇങ്ങോട്ടാണ് അഫ്സലേ നമ്മൾ അന്നോട് വന്നിക്കണല്ലേ. അതേനെ അവിടെ ഇറങ്ങിയിട്ട് ഇപ്പൊ ഓടിക്ക്. ഇവിടുന്ന് മീൻ കിട്ടിക്കണെന്ന്. പക്ഷെ നമ്മളെ ഏതേനൊക്കെ കൊടുത്തിട്ടിട്ട് പിന്നെ ഏത് ഏരിയ നമുക്ക് അറിയണില്ലല്ലോ. ഇനി ഓരോരുത്തരുടെ റൂട്ട് അങ്ങനെ പോകും. ഇനി അത് തുറന്ന് വിട്ടിക്കാണ്. ഞാൻ അഫ്സലിൻ്റെ ഒപ്പം പോവാ, മീനൊക്കെ ഇട്ടെണ്ണം എടുക്കണം. ആഴ്ചയുള്ള ബിരിയാണി നാളെയും മറ്റന്നാളൊക്കെ ദിവസം ഉണ്ടല്ലോ. ഇങ്ങനത്തെ ഒരു രണ്ടിറച്ചിയും കൂടി കിട്ടി. ഓൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഓനെ വാട്ടി പിടിച്ചോളും. വീഡിയോ ഓൻ്റെ ഒക്കെ ഉണ്ട്. അങ്ങോട്ട് പോകുമ്പോ കിട്ടിയാടാ. അപ്പൊ അതിന് ചോട്ടുണ്ട വെള്ളത്തില് കണ്ണൻകുട്ടിയല്ലേ. ഇപ്പുറത്താണ് ഒരു കണ്ണനോട്ടി നാലാള്. ഇടാൻ സുഖം മറ്റേ പോലെയാണ്. അത് അടുത്തുള്ള അതേമാതിരി പിന്നാലെ കിട്ടണ്ടേ സാധനല്ലേ. അതിന്റെ ഉള്ളിലൊരു ലോകാണ്. എത്ര മീനാ പക്ഷെ കിട്ടണ്ടൊക്കെ എടുത്ത് ഏതുവരെ പോയി അറിയോ? ഞങ്ങളവിടെ അവിടുന്ന് ഒരു കിലോമീറ്റർ പോകണ്ടേ. റോട്ടുമെന്നുള്ള ഇതില്ലേ, പാലല്ലേ, അതിന്റെ അപ്പുറം പോയി. അതെങ്ങനെയുണ്ട്? ഇതെങ്ങനെ കിട്ടിയതാ? ഇത്ര വെള്ളം ഞാൻ ഇങ്ങനെ ഇത്ര വെള്ളത്തിൽ കാലിലോട്ട് ചവിട്ടി കല്ല് ചവിട്ടിട്ട് ഇവനോട് നിക്കാൻ പറഞ്ഞു. കാലുമേ കാല് പിടിച്ചിട്ട് ഇങ്ങനെ പോയി എടുത്താണ് പോകുന്നത്. ഒറ്റ കൊതിക്കല അതിന്റെ ഉള്ളിൽ ഞങ്ങളവിടെ കല്ല് കണ്ടില്ലേ? നടക്കാൻ വയ്ക്കണില്ല. നിങ്ങളവിടെ കല്ല് കണ്ടില്ല? റെയിൽവേന്റെ അവിടെ അങ്ങനത്തെ കല്ല് ഫുള്ള് അതിനെ പിടിച്ചതാ പൊലം കോമഡി. ഇവനോട് ഇങ്ങനെ നിക്കാൻ പറഞ്ഞു. ഈ കാലും ഇങ്ങനെ രണ്ടിലും ഉണ്ടാവും. നമ്മള് കണ്ടത് ഏകദേശം ഈ സൈസിലെ ഒന്നിനെ ഞങ്ങള് കണ്ടു. അതിനൊക്കെ പിടിച്ചുകൊണ്ടാ കൈ കണ്ട കൈ എത്ര ഉണ്ട് തല കേറിയ പാടനെ കിട്ടിക്കണോടാ. ആ റെയിൽവേ ഗേറ്റാണ് കടന്ന പാട്. ആ മൂലൊക്കെ ഉള്ളിന്റെ ഉള്ളിലായിരുന്നു. ഇപ്പൊ നിക്കണു പറഞ്ഞു. ഇവനക്ക് പിന്നെ ഒരു വേറെ ഇളകല്. ഞങ്ങള് അങ്ങോട്ട് പോയാൽ മതി. നമുക്ക് രണ്ടാളും ഇങ്ങനെ നിന്നു. ഇങ്ങനത്തെ ഒന്നാണ് പോയത് അവിടെ. പക്ഷെ അത് ഇങ്ങോട്ട് ഇട്ട വരുമ്പോ അതേ സ്ഥലത്ത് നിന്ന് അത് ഇങ്ങനെ മുട്ടിന്റെ കാലിന് ചുറ്റിട്ട് ബാക്കിലാണ് കയറി. അത് പതിഞ്ഞിക്കാണെങ്കിൽ കിട്ടിയിരുന്നു. ഞാൻ പറഞ്ഞു റാഫി ഉണ്ട് എന്നുണ്ടെങ്കിൽ മീൻ കിട്ടുണ്ടാവും. മീൻ കിട്ടില്ലെങ്കിൽ റാഫിക്ക് ചടച്ചു പോകുന്നു. കിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കയറി പോയിട്ടുണ്ടാവും. ഞങ്ങൾ എവിടെ എത്തിയറിയോ? മെയിൻ റോഡിന്റെ അവിടെ ക്രോസ് ആണ്. എമ്മാരി സാധനല്ലേ. അടിപൊളിയാണ്. ഒരു 2-2.5 കിലോ ഉണ്ടാവും. മലപ്പുറം ജില്ലയിൽ അഫ്സലിനെ കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണ് പുഴല്ലേ നമ്മളെ അടിച്ചിട്ട് അത്ര കാണാത്ത ഓനെ അവിടുത്തെ പൂയാനൊക്കെ എത്തി. ഞാൻ കണ്ടിട്ടുണ്ടല്ല സാധനത്തിന്. വരുമ്പോ ഒരു പാമ്പിന്റെ വളം ഉണ്ടോ? പോകുമ്പത്തന്നെ കണ്ടുപിടി. ഞാനോട് പറഞ്ഞില്ല. എടോ ഒരു ടോർച്ച് ഇല്ലായില്ലേ? അതൊക്കെ ഇടങ്ങേറായിട്ടേ. നിങ്ങള് റെയിൽവേ പാലം വരെ വന്നു എന്നല്ല പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ചങ്ങനെ മറിഞ്ഞ അങ്ങാടിത്തെ ഞാൻ കാട്ടി തന്ന പാലല്ലേ അതിന്റെ ചോട്ട്. അത് മറിഞ്ഞു പോയി.
ഇത് എനിക്ക് ரொம்ப പ്രമാദമാ അത് നടക്കും അത് ലാസ്റ്റ് ഇടല്ലേ അടി കിടന്നിട്ടാവും ഇതല്ലേ മറ്റേത് ഇതിനെടുത്ത് കൊടുന്നത് ആ ഫീലാണ് പോവാത്തത് വലുതിനെ പിടിച്ച ഫീലല്ല ഇതിനെ പിടിച്ച ഫീലാണ് എനിക്ക് പോവാത്തത് മുങ്ങിയൊന്നുമില്ല പക്ഷെ അവിടെ നായി അത്തിറക്കുണ്ട് ആ സൈഡില് തലയോട്ടി ഉണ്ട് ഒരു മീനിന്റെ കാലിന്റെ തലയോട്ടി കുറച്ച് മനുഷ്യന്റെ തലയോട്ടിട്ട് ആ പക്ഷെ അങ്ങനെ ഒരു ബാറ്റ്സ്മാനോ ഇതൊന്നും ഇല്ല അവിടെ കേട്ടോ. 10 ഒക്കെ മേലെ ഉണ്ടോ ഇല്ലേ? റാഫി പറയും ഇതൊക്കെ 10 എന്നാ പോവല്ലേ? മാത്രം അങ്ങോട്ട് വന്നിക്കണേ. എന്തായാലും ഫിഷിംഗ് മോങ് അടിപൊളിയായി. അതിലൊന്നും വെച്ചിട്ട് അടിയിൽ പോയിട്ട് 2 പുകളൊക്കെ വിടുന്നുണ്ട് അപ്പത്തല്. ഞാൻ കേറുന്ന് പറഞ്ഞ പോരാ. നല്ല വലിയ ആ രണ്ടാമത്തെ വലിയ മീനില്ല അതിനെ കിട്ടിയിട്ടാണ് മുങ്ങിക്കണത്. അതിനെ കണ്ടിട്ടേ എന്നോട് പറഞ്ഞു കാലെടുക്കരുത് ആ വെച്ചോടുത്ത് അവിടെ കെട്ടായിരുന്നു. അവൻ ചവിട്ടി നിൽക്കണേ അമ്മാരി വെള്ളത്തിലേ. 10ാം നമ്പർ ജെയ്സി അണിഞ്ഞുകൊണ്ട് സാലിം. നേർച്ചക്ക് ഭരിക്കണവരെല്ലാരും നിൽക്കുന്നുണ്ട്. എടാ ഫസ്റ്റാ വെളുത്തം കാടൻ കുഴപ്പം കേട്ടോ. കൂട്ടിക്കോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഈ മീനെ കുക്ക് ചെയ്യുന്നൊരു വീഡിയോ ഉണ്ടാവും, അത് വീട്ടിൽ വെച്ചിട്ട് ചുടുന്നൊരു പരിപാടി ഉണ്ട്. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ അടുത്തൊരു ഇതിൽ ഇടും. അപ്പോൾ അതെല്ലാവരും കാണുക, പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എന്നാൽ എല്ലാവർക്കും നല്ലത് വരട്ടെ.